Hi all, welcome to my class. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് 7th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ 5th ചാപ്റ്റർ ആണ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആസിഡ് റെയിൻ എന്ന് പറഞ്ഞ പോർഷൻസ് തൊട്ടിട്ടാണ് കേട്ടോ. കാരണം ഓൾറെഡി നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ നമ്മളിടുന്ന വീഡിയോസൊക്കെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആസിഡ് റെയിൻ എന്താണെന്ന് നോക്കാം. വെൻ കോൾ, petroleum fuels, diesel, etc. are burned, many gases such as carbon dioxide, carbon monoxide, sulfur dioxide, etc. are released into the atmosphere. നമ്മൾ ഈ കോള്, അതേപോലെ പെട്രോളിയം ഫ്യൂവല്, ഡീസൽ ഇതൊക്കെ കത്തിക്കുന്ന സമയത്ത് എന്തെല്ലാം പുറന്തള്ളപ്പെടും? കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ഇതെല്ലാം അറ്റ്മോസ്ഫിയറിലേക്ക് പുറന്തള്ളപ്പെടും. ഇൻ ദ അറ്റ്മോസ്ഫിയർ ദ ഗ്യാസസ് മിക്സ് വിത്ത് റെയിൻ വാട്ടർ മേക്ക് ഇറ്റ് അസിഡിക്. അപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? റെയിൻ വാട്ടർ ഉണ്ട്. അപ്പോൾ ഈ ഗ്യാസസ് ഒക്കെ റെയിൻ വാട്ടറായിട്ട് മിക്സ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? അസിഡിക് നേച്ചറായിട്ട് മാറും. ആൻഡ് റീച്ചസ് ദ എർത്ത് ആസ് ആസിഡ് റെയിൻ. എന്നിട്ട് അത് എർത്തിലേക്ക് വരുമ്പോഴാണ് ആസിഡ് റെയിൻ ആയിട്ട് മാറുന്നത്. ഇഫ് ദ pH വാല്യൂ ഓഫ് റെയിൻ വാട്ടർ ഈസ് ലെസ് ദാൻ 5, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ആസിഡ് റെയിൻ. ദ pH വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ ഈസ് 7. നമ്മുടെ നോർമൽ റെയിൻ വാട്ടർ, പ്യുവർ ആയിട്ടുള്ള നോർമൽ റെയിൻ വാട്ടറിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. പക്ഷെ അത് ആസിഡ് റെയിൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ അതിൻ്റെ pH വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 5 എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആസിഡ് റെയിൻ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആസിഡ് റെയിൻ, സ്മോഗ് കാര്യങ്ങളൊക്കെ. അടുത്ത നമ്മൾ സ്മോഗിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്മോഗ് ഈസ് എ ബ്ലെൻഡ് ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോക്കും ഫോഗും കൂടിയത്. സ്മോക്ക് ആൻഡ് ഡസ്റ്റ് ഫ്രം ഇൻഡസ്ട്രീസ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, വെഹിക്കിൾസ്, ബേണിംഗ് ഓഫ് അഗ്രികൾച്ചർ റെസിഡ്യൂസ് എക്സെട്ര. അപ്പോൾ എവിടെ നിന്നുള്ള സ്മോക്കൊക്കെയാണ്? നമ്മൾ ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്നും അഗ്രികൾച്ചർ ഏരിയയിൽ നിന്നും അതേപോലെ വെഹിക്കിൾസിൽ നിന്നും ഒക്കെ വരുന്ന സ്മോക്ക് എവിടെ ചെയ്യും? ഫിൽ ദ അറ്റ്മോസ്ഫിയർ, അറ്റ്മോസ്ഫിയറിൽ ഫിൽ ചെയ്യും. ഓക്കെ, ദീസ് ദെൻ മിക്സ് വിത്ത് ഫോഗ് ടു ഫോം സ്മോഗ്. അത് ഫോഗായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ സ്മോഗ് ഉണ്ടാകുക. അപ്പോൾ സ്മോക്ക് പ്ലസ് ഫോഗാണ് നമ്മുടെ സ്മോഗ് എന്ന് പറയുന്നത്. ഓക്കെ, മെനി സ്റ്റഡീസ് ഷോ ദാറ്റ് എയർ പൊല്യൂഷൻ ഇൻക്രീസസ് ദ റിസ്ക് ഓഫ് സ്ട്രോക്ക്, ഹാർട്ട് ആൻഡ് ലങ് ഡിസീസ്. അപ്പോൾ എയർ പൊല്യൂട്ടഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വാസകോശത്തിനും അതേപോലെ ഹാർട്ടിനും ഒക്കെ അസുഖങ്ങൾ വരും എന്നാണ് പറയുന്നത്. ഹോപ്പ് യു നൗ നോ അബൌട്ട് ദ വേസ് ഇൻ വിച്ച് ദ എയർ ഗെറ്റ് പൊല്യൂട്ടഡ് ആൻഡ് ഹാം കോസ്ഡ് ബൈ ഇറ്റ്. വേരിയസ് സൊല്യൂഷൻസ്. വാട്ട് ക്യാൻ വി ഡു ടു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ? നമുക്ക് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പറയാം, എഫോറസ്റ്റേഷൻ, അതായത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഓക്കെ, യൂസിങ് ഓഫ് സോളാർ എനർജി, നമ്മൾ ഈ സൂര്യനിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്ന എനർജി അല്ലേ, അത് യൂസ് ചെയ്യുക. യൂസിങ് ബൈസിക്കിൾസ്, അത്യാവശ്യം വേണ്ടോടത്തൊക്കെ നമുക്ക് ഇപ്പോൾ എന്താ പറയുക, കാറ്, ബൈക്ക് ഇതെല്ലാം മാറ്റിയിട്ട്, അപ്പോൾ ഒന്നും സ്മോക്ക് ഉണ്ടാവില്ല ബൈസിക്കിൾസ് ആണെങ്കിൽ. പ്രൊമോട്ട് ദ അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് ആൻഡ് ഹൈബ്രിഡ് വെഹിക്കിൾസ്. അപ്പോൾ ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. അർബൻ പ്ലാനിങ് ആൻഡ് ഗ്രീൻ സ്പേസസ്, അതായത് നമ്മൾ എന്താ പറയുക, കൂടുതൽ പൊല്യൂട്ടഡ് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് നമുക്ക് പറയാം. അപ്പോൾ അതിൽ കുറച്ച് പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ, അപ്പോൾ അത് നന്നായി അനലൈസ് ചെയ്യുക. സോ ഫാർ വി ഹാവ് ഡിസ്കസ് ദ കമ്പോസിഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. നൗ ലെറ്റ് us see the structure of the atmosphere. ഇനി നമുക്ക് അറ്റ്മോസ്ഫിയറിൻ്റെ സ്ട്രക്ചറിനെ പറ്റി പറയാം. നമ്മൾ എർത്തിൻ്റെ ലെയേഴ്സ് പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറിനും കുറച്ച് ലെയേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് എക്സോസ്ഫിയർ, തെർമോസ്ഫിയർ, മീസോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ. മനസ്സിലായി അറ്റ്മോസ്ഫിയർ? അപ്പോൾ നോക്കാം, ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ ഏതൊക്കെയാണ്? അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സ് എക്സോസ്ഫിയർ നമുക്ക് പറയാം അല്ലേ, എന്തൊക്കെയാണ്? ട്രോപ്പോസ്ഫിയർ പറയാം, സ്ട്രാറ്റോസ്ഫിയർ പറയാം, മെസോസ്ഫിയർ പറയാം, തെർമോസ്ഫിയർ പറയാം, എക്സോസ്ഫിയർ പറയാം. ഇത്രയും ഭാഗം അവിടെ ഫില്ല് ചെയ്യുക. ഇനി ഹാവ് യു ഐഡൻറ്റിഫൈ ആൻഡ് ലിസ്റ്റഡ്, നിങ്ങൾ നോക്കിയില്ലേ ലെയേഴ്സ് ഏതാണെന്നെങ്കിൽ നമുക്ക് ഓരോ ലെയേഴ്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് ട്രോപ്പോസ്ഫിയറിനെ പറ്റിയിട്ടാണ്. ഇറ്റ് ഈസ് ദ ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും താഴെയുള്ള ലെയറാണ് ഇത്, ട്രോപ്പോസ്ഫിയർ. ഇറ്റ് ഹാസ് ആൻ ആവറേജ് ഹൈറ്റ് ഓഫ് 13 കിലോമീറ്റർ ഫ്രം ദി എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ നിന്ന് 13 കിലോമീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ്. ദ ഹൈറ്റ് റേഞ്ചസ് അബൌട്ട് 8 കിലോമീറ്റർ അറ്റ് ദി പോൾസ് ടു 18 കിലോമീറ്റർ അറ്റ് ദി ഇക്വേറ്റർ ആണ് പറയുന്നത്. ദിസ് ഈസ് ബിക്കോസ് ദ ടെമ്പറേച്ചർ ഈസ് ഹൈ ഇൻ ദ ഇക്വിറ്റീരിയൽ റീജിയൻ. അതെന്താണ് അങ്ങനെ ആവാൻ കാരണം? ഇക്വിറ്റീരിയൽ റീജിയനിൽ ടെമ്പറേച്ചർ കുറച്ച് കൂടുതലായതുകൊണ്ട്. ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് വാട്ടർ വേപ്പർ ആർ മോസ്റ്റ് അബണ്ടൻറ്റ് ഇൻ ദിസ് ലെയർ. അപ്പോൾ ഈ ലെയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ഡസ്റ്റ് പാർട്ടിക്കിൾസ്
പാർട്ടിക്കിൾസും വാട്ടർ വേപ്പറുമാണ്. അറ്റ്മോസ്ഫിയറിക് ഫിനോമിന സച്ച് ആസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് എറ്റ്സെട്ര ഒക്കേഴ്സ് ഇൻ ദിസ് ലെയർ. ഈ ലെയറിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? അറ്റ്മോസ്ഫിയറിക് ഫിനോമിനാസ് ആയിട്ടുള്ള റെയിൻ ഫോം ചെയ്യുന്നുണ്ട്, അതേപോലെ മഞ്ഞിൽ സ്നോ, വിൻഡ്, ഇതെല്ലാം ഈ ലെയറിലാണ് നടക്കുന്നത്. ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ട്രോപ്പോസ്ഫിയർ ഈസ് ദാറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ഡിക്രീസസ് അറ്റ് എ റേറ്റ് ഓഫ് 1 degree Celsius ഫോർ എവറി 165 meters ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്. ദിസ് ഈസ് കോൾഡ് നോർമൽ ലാപ്സ് റേറ്റ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്? ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നു. എത്ര റേറ്റിലാണ്? 1 degree Celsius എത്ര മീറ്റേഴ്സ്? എവരി 165 meters എവിടുന്ന്? സർഫസ് ഓഫ് ദി എർത്ത് നിന്ന് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വൈ ദ ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലെയർ ആണെന്ന് ട്രോപ്പോസ്ഫിയറിനെ പറയാൻ കാരണം എന്താ? ആൻസർ നോട്ട് ചെയ്തോളൂ കേട്ടോ. ബിക്കോസ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിന സച്ചസ് ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് എറ്റ്സെട്ര ഒക്കർ ഇൻ ദിസ് ലെയർ. ഈ ലെയറിൽ വെച്ചിട്ടാണ് അറ്റ്മോസ്ഫിയറിക് ഫിനോമിനയായിട്ടുള്ള ക്ലൗഡ് ഫോർമേഷൻ, റെയിൻ, സ്നോ, വിൻഡ് ഇതെല്ലാം ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വൈ ദ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻ ലൈക്ക് ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ എറ്റ്സെട്ര ഫീൽഡ് കോൾഡ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ കുറച്ചും കൂടി തണുപ്പാണ്. എന്തുകൊണ്ടാണ് അവിടെ തണുപ്പ് അനുഭവപ്പെടുന്നത്? ആൻസർ നോട്ട് ചെയ്തോളൂ. ബിക്കോസ് ടെമ്പറേച്ചർ ഡിക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ഹൈറ്റ്. അവിടെ ഹൈറ്റ് കുറച്ച് കൂടുതലാണ് അല്ലേ, മലപ്രദേശമാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കുറയും ഹൈറ്റ് കൂടുമ്പോൾ. നെക്സ്റ്റ് ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇറ്റ് ഈസ് ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ജസ്റ്റ് അബോവ് ദ ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിനേക്കാൾ തൊട്ടു മുകളിൽ കാണുന്ന ലെയറാണ് നമ്മുടെ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ദ ആവറേജ് ഹൈറ്റ് ഈസ് അബൌട്ട് 50 kilometer ഫ്രം ദ എർത്ത് സർഫസ്. എർത്ത് സർഫസിൽ നിന്ന് 50 kilometers ആണ് ആവറേജ് ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് ആഫ്റ്റർ എ സ്പെസിഫിക് ഹൈറ്റ്. ഒരു സ്പെസിഫിക് ഹൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദ ഓസോൺ ലെയർ ഈസ് ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിലാണ് നമ്മുടെ ഓസോൺ ലെയർ ഉണ്ടായിട്ടുള്ളത്. ഇറ്റ് സ്റ്റാൻഡ്സ് അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 25 kilometer ഫ്രം ദി സർഫസ്. അപ്പം നമുക്ക് ഓസോണിനെ പറ്റി പഠിക്കാം. ഓസോൺ എർത്ത് ഷീൽഡ്. The presence of ozone gas in the atmosphere protect the earth by blocking the harmful ultraviolet rays from the sun. അപ്പോൾ ഈ സണ്ണിൽ നമുക്ക് പറ്റാത്ത ഹാംഫുൾ ആയിട്ടുള്ള അൾട്രാവയലറ്റ് സൺ റേസ് ഉണ്ട്. ഇത് ഭൂമിയിലേക്ക് വരും, പക്ഷെ അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഓസോൺ ലെയർ ഉള്ളത്. ഇഫ് അൾട്രാവയലറ്റ് റേസ് റീച്ച് ദ എർത്ത് സർഫസ് അറ്റ് ആൻ ഇൻക്രീസ്ഡ് റേറ്റ് ഇറ്റ് ഈസ് ഹാംഫുൾ ടു ലിവിങ് ഓർഗാനിസം ആൻഡ് എക്കോസിസ്റ്റം. ഈ സണ്ണിലുള്ള അൾട്രാവയലറ്റ് റേസ് നമ്മുടെ എർത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിനും എക്കോസിസ്റ്റത്തിനും ഒക്കെ അത് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ഓക്കെ, സോ വാട്ട് ഹാം ഡസ് അൾട്രാവയലറ്റ് റേസ് കോസ് ഓൺ എർത്ത്? അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെയോ കൊടുത്തിട്ടുള്ളത്? ഹാം ദാറ്റ് അൾട്രാവയലറ്റ് റേസ് ക്യാൻ ക്രിയേറ്റ് കൊളാപ്സ് ഓഫ് ദ ഫുഡ് ചെയിൻ, ക്രോപ്പ് ഡാമേജ്, നമ്മുടെ ഫുഡ് ചെയിൻ തന്നെ ഇല്ലാണ്ടാക്കും, പിന്നെ നമ്മുടെ ക്രോപ്സ് ഒക്കെ നശിപ്പിക്കും, സ്റ്റണ്ണിങ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്, പ്ലാന്റ്സിനെ അധികം വളർത്താതെ നിർത്തും, ഏർലി ഏജിങ്, പിന്നെ ബ്ലൈൻഡ്നെസ്, കാറ്ററാക്റ്റ്, പിന്നെ സ്കിൻ ക്യാൻസർ, ഇതൊക്കെ വരുത്തും ഈ ഒരു അൾട്രാവയലറ്റ് റേസ് നമ്മൾക്ക് ഡയറക്റ്റ് എത്തിക്കഴിഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഓസോൺ ഡേ ആണ്. എന്നാണ് നമ്മൾ ഓസോൺ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? സെപ്റ്റംബർ 16 കേട്ടോ. സെപ്റ്റംബർ 16 ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് ഓസോൺ ഡേ. ദ ഒബ്ജക്റ്റീവ് ബിഹൈൻഡ് ഒബ്സർവിംഗ് ദിസ് ഡേ ഈസ് ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് പീപ്പിൾ അബൌട്ട് നീഡ് ടു പ്രൊട്ടക്ട് ഓസോൺ ലെയർ ആൻഡ് ടു കൺട്രോൾ ദ യൂസ് ഓഫ് പ്രൊഡക്റ്റ് ദാറ്റ് ക്യാൻ കോസ് ഓസോൺ ഡിപ്ലീഷൻ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ഡേ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾക്ക് ബോധവൽക്കരിക്കാൻ, അതായത് ഓസോൺ ലെയറിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഓസോൺ ലെയറിന് എന്ത് കേടുപാടുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക, അതിനാണ് ഓസോൺ ഡിപ്ലീഷൻ എന്ന് പറയുന്നത്. സോ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. വാട്ട് ആക്ടിവിറ്റീസ് ക്യാൻ ബി ഡൺ ഇൻ ക്ലാസ് ആൻഡ് സ്കൂൾ ഓൺ ഓസോൺ ഡേ? ഡിസ്കസ്. നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യാറുള്ളത്? നമുക്ക് ആ പോയിന്റ് നോട്ട് ചെയ്യാം. എഡ്യൂക്കേഷണൽ പ്രസൻറ്റേഷൻ ആൻഡ് വർക്ക്ഷോപ്സ്. നമ്മൾ എഡ്യൂക്കേഷണൽ പ്രസൻറ്റേഷൻ ചെയ്യും. ക്ലാസ് റൂം ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്സ്, ആർട്ട് ആൻഡ് പോസ്റ്റർ കോമ്പറ്റീഷൻ, ഫിലിം സ്ക്രീനിങ്സ്, ഇൻ്ററാക്റ്റീവ് ആക്ടിവിറ്റീസ് ആൻഡ് എക്സ്പീരിമെൻറ്റ്സ്, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ആൻഡ് ക്ലീൻ അപ്പ് ക്യാമ്പയിൻസ്, അവയർനെസ് കമ്പയിൻസ് ആൻഡ് പ്ലെഡ്ജസ്, കൊളാബറേറ്റീവ് പ്രോജക്റ്റ്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചിട്ട് ആ ഒരു പോയിൻറ്റ്സ് അവിടെ നോട്ട് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ലെയർ ആയിട്ടുള്ള മീസോസ്ഫിയറിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.
This atmospheric layer extends from about 50 km to 80 km above the stratosphere. ഇത് സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ വരുന്ന ലെയറാണ്. The phenomenon of decrease in temperature with increase in height is present in this layer also. അപ്പോൾ ഹൈറ്റ് കൂടുന്തോറും നമ്മുടെ ടെമ്പറേച്ചർ കുറയുന്ന ഫിനോമിന ഈ ലെയറിലും ഉണ്ട്. At an altitude of about 80 km from the surface, the temperature drops to 100 degrees Celsius. The lowest temperature in the atmosphere is experienced here. അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ ഇവിടെയാണ്, മീസോസ്ഫിയറിലാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ മീറ്റേഴ്സ് ദാറ്റ് എൻറ്റേഴ്സ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ ബേൺ ഡൗൺ ഇൻ ദിസ് ലെയർ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തെർമോസ്ഫിയറിനെ പറ്റി പഠിക്കാം. ദ തെർമോസ്ഫിയർ ഈസ് ദ ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ദാറ്റ് ലൈസ് അബൌട്ട് 80 to 400 കിലോമീറ്റർ എബവ് ദ മീസോസ്ഫിയർ. മീസോസ്ഫിയറിനേക്കാളും അത്ര മുകളിലാണ് നമ്മുടെ തെർമോസ്ഫിയർ ലൊക്കേറ്റ് ചെയ്യുന്നത്. ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ് ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ. ദ ലോവർ പാർട്ട് ഓഫ് ദ തെർമോസ്ഫിയർ ഈസ് കോൾഡ് അയനോസ്ഫിയർ. ഇനി തെർമോസ്ഫിയറിൻ്റെ ലോവർ പാർട്ടിനെ പറയുന്നതാണ് അയനോസ്ഫിയർ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അയനോസ്ഫിയറിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് അബൌട്ട് 80 to 400 kilometer in the atmosphere, intense solar radiation such as ultraviolet, X-rays, etc. converts the gas molecules into ions. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? അൾട്രാവയലറ്റ് റേസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്, അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? ഗ്യാസ് മോളിക്യൂൾസ് അയൺസ് ആയിട്ട് കൺവേർട്ടും ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയണൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് അയണൈസേഷൻ ആൻഡ് ദ റീജിയൻ വെർ ദിസ് പ്രോസസ് ടേക്ക് പ്ലേസ് ഈസ് കോൾഡ് അയോണോസ്ഫിയർ. അപ്പോൾ അയണൈസേഷൻ പ്രോസസ്സ് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? അയണോസ്ഫിയറിലാണ് നടക്കുന്നത്. അയോൺസ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാകുന്ന അയോൺസിന് എന്ത് കണ്ടക്ട് ചെയ്യാൻ പറ്റും? ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യാൻ പറ്റും. റേഡിയോ വേവ്സ് ആർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അവിടെ ഉണ്ടാവുന്ന റേഡിയോ വേവ്സ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. Therefore, this region enables long distance transmission of radio waves. ഓക്കെ, നെക്സ്റ്റ് ലെയർ ഏതാണ്? എക്സോസ്ഫിയർ ആണ് കേട്ടോ. ഇറ്റ് ഈസ് ദ അപ്പർമോസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും മുകളിലത്തെ ലെയറാണ് അറ്റ്സോസ്ഫിയർ. ദ പ്രസൻസ് ഓഫ് എയർ മോളിക്യൂൾസ് ഇൻ ദ അറ്റ്സോസ്ഫിയർ വിച്ച് ലൈസ് എബവ് 400 കിലോമീറ്റർ ഫ്രം ദ സർഫസ് ഗ്രാജുവലി ഡിക്രീസസ് ആൻഡ് ദ ലെയർ ബിക്കം എ പാർട്ട് ഓഫ് ദ ഔട്ടർ സ്പേസ്. അപ്പോൾ നമ്മളോട് ഏറ്റവും മുകളിലത്തെ ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? എക്സോസ്ഫിയർ ആണെന്ന് പറയാം. പ്രിപ്പയർ ഐഡൻറ്റി കാർഡ് ആസ് ഇൻ ദ മോഡൽ ഗിവൺ ബിലോ. ഈ മോഡലിൽ നിങ്ങളോടൊരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെയിം ഓഫ് ദ അറ്റ്മോസ്ഫിയറിക് ലെയർ ഏതാ? നമുക്ക് ഓരോ ലെയറിനും ഉണ്ടാക്കണം. അപ്പോൾ ഓരോ ലെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം ട്രോപ്പോസ്ഫിയർ. അതിനെന്തൊക്കെ പറയാം? ആവറേജ് അപ്പോൾ നമുക്ക് ഈ പോയിൻ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം ഐഡൻറ്റി കാർഡിൽ. ഓൾട്ടിറ്റ്യൂഡ് ഫ്രം ദ എർത്ത് സർഫസ്, ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, അതർ ഫീച്ചേഴ്സ്. ഇത് മൂന്നും കൂടിയിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പോയിൻറ്റ്സ് പറഞ്ഞുതരാം, നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ. ട്രോപ്പോസ്ഫിയർ ഫസ്റ്റ് വൺ, അതിന് 3 പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. അത് ആവറേജ് ഹൈറ്റ് ഓഫ് 13 കിലോമീറ്റർ ഫ്രം ദ എർത്ത് സർഫസ്. Second point, the temperature of the atmosphere decreases. Third point, atmospheric phenomena such as cloud formation, rain, snow, wind, etc. occurs in this layer. Second one, stratosphere ആണ്. Average height is about 50 kilometer from the earth surface. The temperature decreases. Ozone layer is in the stratosphere. Third one, mesosphere ആണ്. അതിന് 3 പോയിൻറ്റ്സ് വേണം. It extends from about 50 kilometer to 80 kilometer above the stratosphere. Decrease in temperature with the increase in height. Meters that enter the earth's atmosphere burn down. Third point ആണ് കേട്ടോ. നെക്സ്റ്റ് ലെയർ ആയിട്ടുള്ള തെർമോസ്ഫിയറിനെ പറ്റിയിട്ട് പറയാം. ഇറ്റ് ലൈസ് അബൌട്ട് 80 to 400 കിലോമീറ്റർ. ദ ടെമ്പറേച്ചർ increases with an increase in altitude. The lower part of the thermosphere is called ionosphere. അടുത്തത് exosphere ആണ്. It lies above 400 kilometer. The temperature increases with altitude. Air molecules gradually reduce and dissolve into space. ഇത്രയും ഭാഗം വെച്ചിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഫിൽ ചെയ്യാം. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അറ്റ്മോസ്ഫിയറിക് ലെയേഴ്സിൻ്റെ കുറച്ച് ലെയേഴ്സും തന്നിട്ടുണ്ട്, കുറച്ച് ഫീച്ചേഴ്സും തന്നിട്ടുണ്ട്. നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. മാച്ച് ഇൻകറക്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ പോയിൻറ്റ്സ് പറഞ്ഞുതരാം. എക്സോസ്ഫിയറിൻ്റെ വരുന്നത് ഏതാണ്?
എയർ മോളിക്യൂൾസ് ഗ്രാജുവലി റെഡ്യൂസ് ആൻഡ് ഡിസോൾവ് ഇൻ ടു സ്പേസ്. തെർമോസ്ഫിയറിൻ്റെ വരുന്നത് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഓൾട്ടിറ്റ്യൂഡ്. മീസോസ്ഫിയറിൻ്റെ വരുന്നത് ദ ലെയർ വിത്ത് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ, ദ ലെയർ വിത്ത് മേറ്റേഴ്സ് ബേൺ ടു ഏഷ്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ വരുന്നത് സോൺ വേർ ഓസോൺ ഈസ് പ്രസൻറ്റ്. ട്രോപ്പോസ്ഫിയറിൻ്റെ വരുന്നത് ദ ലെയർ ഇൻ വിച്ച് ടെമ്പറേച്ചർ ഡിക്രീസസ് അറ്റ് എ സെർട്ടൈൻ റേറ്റ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസ് ഇൻ ഹൈറ്റ്, ലൊക്കേറ്റഡ് അറ്റ് എൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് 80 to 400 കിലോമീറ്റർ. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാതെ എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ ബോക്സ് പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാവുന്നുള്ളൂ പഠിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മാച്ച് ചെയ്യാന്ന്. അപ്പോൾ ആൻസർ ജസ്റ്റ് പറയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ചാപ്റ്റർ ഇത്രയാണ് പറയുന്നത്. പിന്നെ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് ആണ് കൊടുത്തിട്ടുള്ളത്. എർത്ത് സ്ട്രക്ചറിൻ്റെ ഒരു മോഡൽ നിങ്ങളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റ് പ്രിപ്പയർ സ്ലൈഡ്സ് ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചേഴ്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദി എർത്ത്. നമുക്കറിയാം എർത്തിൻ്റെ സ്ട്രക്ചേഴ്സ് പറയുമ്പോൾ നമുക്ക് എർത്തിൻ്റെ ഇന്നർ ലെയേഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം അല്ലേ. പിന്നെ പ്രിപ്പയർ ആൻഡ് എസ്സേ ഓൺ അറ്റ്മോസ്ഫിയറിക് സ്ട്രക്ചർ ആൻഡ് ഇറ്റ്സ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിക് സ്ട്രക്ചറിനെ പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ലെയർ എന്തൊക്കെയാണെന്ന് പറയാം, ഓരോ ലെയറിൻ്റെ പെക്യൂലിയാരിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയാം. അതിന് നമ്മൾ ഈ ടെക്സ്റ്റ് നോക്കി തന്നെ നമുക്കൊരു ജസ്റ്റ് എസ്സേ എഴുതാവുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.